ഹലോ ചാമ്പ്യൻസ്. ക്ലാസ് 9th 10th ക്ലാസ് 8th പോലെയല്ല. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ദേ ആർ ദി ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫ്യൂച്ചർ. ഇപ്പോൾ ക്ലാസ് 9th നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണും. ബട്ട് സക്സസ് ഡസൻറ്റ് കം ഫ്രം ജസ്റ്റ് ഡ്രീംസ്. ഇറ്റ് കംസ് ഫ്രം ഡിസിപ്ലിൻ, ഫ്രം ഫോക്കസ് ആൻഡ് ഫ്രം എ പവർഫുൾ ടൈം ടേബിൾ. ഇന്നത്തെ വീഡിയോയിൽ മോട്ടിവേഷൻ അൺലോക്ക്ഡ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9th 10th വേണ്ടിയിട്ട് ഒരു ഇഫക്റ്റീവ് സ്റ്റഡി റൂട്ടീനാണ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രൂലി നിങ്ങളുടെ പേരൻസിനെ പ്രൗഡ് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ റെഡി ടു സാക്രിഫൈസ് ആൻഡ് ഇഫ് യു ആർ റെഡി ടു ഗിവ് യുവർ ബെസ്റ്റ്, ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. സോ ലെറ്റ്സ് ബിഗിൻ. ഈ ഒരു വീഡിയോയിൽ സ്കൂൾ ഡേയ്സിനുള്ള ടൈം ടേബിളും വീക്കെൻഡ്സിനുള്ള ടൈം ടേബിളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്കൂൾ ടൈം ടേബിൾ ഞാൻ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ 8 to 3 ആണ് സ്കൂൾ ടൈം കൊടുത്തിട്ടുള്ളത്, ആൻഡ് വേറെ ഒരു സ്കൂൾ ടൈം ടേബിളിൽ ഞാൻ 9 to 3:30 ആണ് സ്കൂൾ ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതിൽ കാറ്റഗറിയിലാണോ നിങ്ങളുടെ സ്കൂൾ ടൈമിങ്സ് വരുന്നത്, നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെലക്ട് ചെയ്യാം. ഇനി ഇത് രണ്ടിലും നിങ്ങളുടെ സ്കൂൾ ടൈമിംഗ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഈ സ്റ്റഡി ടൈം ടേബിളിനെ കസ്റ്റമൈസ് ചെയ്യാം. 5 AM to 5:30 AM എഴുന്നേക്കുക, ഒന്ന് ഫ്രഷപ്പ് ചെയ്യുക, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്തൊന്ന് റിലാക്സ് ആകുക. 5:30 to 6:30 AM സ്റ്റഡി സ്ലോട്ട് 1 ആണ്. ഇവിടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. 6:30 AM ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. 8 to 3 PM സ്കൂൾ ടൈം. 4 to 4:30 PM സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കാം. 5 to 6:30 PM സ്റ്റഡി സ്ലോട്ട് 2 ആണ്. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. 6:30 to 7 o'clock ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്യാനോ TV കാണാനോ പോകരുത്. ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നിട്ട് വരാം. 7 to 8 PM സ്റ്റഡി സ്ലോട്ട് 3 ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് സബ്ജക്റ്റ് പഠിക്കാം. 8 to 8:30 PM ഇറ്റ്സ് യുവർ ഡിന്നർ ടൈം. 8:30 to 9 സ്റ്റഡി സ്ലോട്ട് 4 ആണ്. ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു ഹാഫ് അവർ സ്റ്റഡി സ്ലോട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ 9 to 9:30 PM സ്റ്റഡി സ്ലോട്ട് 5 ആണ്. ഈ ഒരു സ്റ്റഡി സ്ലോട്ടും ഹാഫ് ആൻ അവർ ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്യാം. അതിപ്പം ഹിന്ദിയാണോ മലയാളമാണോ അത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ യു. 9:30 PM to 10 PM മെഡിറ്റേഷൻ ചെയ്യുക. ഫോണൊന്നും യൂസ് ചെയ്യാൻ പോകരുത്. മെഡിറ്റേഷൻ, യോഗ ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഒന്ന് ചെയ്ത് മൈൻഡിനെ ഒന്ന് കാമാക്കുക. 10 PM സ്ലീപ്പിനാണ് കൊടുത്തിട്ടുള്ളത്. റിലാക്സ് ചെയ്ത് 5 മണി വരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇനി സെക്കൻഡ് സ്കൂൾ ടൈം ടേബിളാണ് പറയാൻ പോകുന്നത്. 5 to 5:30 AM എഴുന്നേക്കുക, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, ഒന്ന് റിലാക്സ് ആകുക. 5:30 to 6:30 AM സ്റ്റഡി സ്ലോട്ട് 1 ആണ്. ഇവിടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാം. 6:30 to 7:30 സ്റ്റഡി സ്ലോട്ട് 2. സോ യു ക്യാൻ ഗോ വിത്ത് യുവർ സെക്കൻഡ് സബ്ജക്റ്റ് ഹിയർ. 7:30 to 8:30 PM ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. 9 to 3:30 ആണ് ഞാനിവിടെ സ്കൂൾ ടൈം കൊടുത്തിട്ടുള്ളത്. 5 to 5:30 PM സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് ഒന്ന് ഫ്രഷപ്പ് ആകുക, ഒന്ന് റിലാക്സ് ചെയ്യുക. 5:30 PM to 7 PM സ്റ്റഡി സ്ലോട്ട് 3 ആണ്. മൂന്നാമത്തെ സബ്ജക്റ്റ് പഠിക്കാം. 7 to 8 PM റെസ്റ്റ് എടുക്കുക, ഡിന്നർ കഴിക്കുക. 8 to 8:30 PM ഒരു ഹാഫ് ആൻ അവർ സ്റ്റഡി സ്ലോട്ടാണ്. ദിസ് ഈസ് യുവർ സ്റ്റഡി സ്ലോട്ട് 4. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം. 8:30 to 9 വീണ്ടും ഒരു ഹാഫ് ആൻ അവർ സ്റ്റഡി സ്ലോട്ടാണ്. സോ ദിസ് ഈസ് യുവർ സ്റ്റഡി സ്ലോട്ട് 5. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാം, ഹിന്ദി അല്ലെങ്കിൽ മലയാളം. ദെൻ 9 to 9:30 PM മെഡിറ്റേറ്റ് ചെയ്യുക. ഫോണൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ, യോഗ ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. 9:30 ഉറങ്ങാനായിട്ട് കിടക്കാം. ഇനി നമുക്ക് വീക്കെൻഡ് ടൈം ടേബിൾ നോക്കാം. 5 to 5:30 AM എഴുന്നേക്കുക, സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, റിലാക്സ് ആവുക. 5:30 AM to 7:30 AM സ്റ്റഡി സ്ലോട്ട് 1. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുക. 7:30 AM to 8:30 AM ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആൻഡ് ടേക്ക് റെസ്റ്റ്. 8:30 AM to 10:30 AM സ്റ്റഡി സ്ലോട്ട് 2 ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യുക. 10:30 AM to 11:30 AM ടേക്ക് റെസ്റ്റ്. റെസ്റ്റ് എടുക്കുമ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുന്നേറ്റ് നടക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്
ചെയ്യാം എന്നുള്ളതാണ്. 11:30 AM to 12:30 PM സ്റ്റഡി സ്ലോട്ട് 3 ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളതാണ്. 12:30 PM to 2 PM ലഞ്ച് കഴിക്കുക, ടേക്ക് റെസ്റ്റ്. ദെൻ അഗെയിൻ 2 to 4 PM സ്റ്റഡി സ്ലോട്ട് 4 ആണ്. 4 to 5 PM വീണ്ടും ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. 5 PM to 6 PM സ്റ്റഡി സ്ലോട്ട് 5 ആണ്. ഈ ഒരു സ്റ്റഡി സ്ലോട്ടിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാമെന്നുള്ളതാണ്. 6 to 7:30 PM റെസ്റ്റ് എടുക്കുക, ഹാവ് യുവർ ഡിന്നർ. 7:30 to 9:30 PM ഇറ്റ് വിൽ ബി യുവർ റിവിഷൻ ടൈം. അതായത് ആ ഒരു വീക്ക് നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം റിവൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈം മാറ്റിവെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കുട്ടികൾക്ക് ട്യൂഷൻസും കോച്ചിങ് ക്ലാസ്സസും ഒക്കെ കാണും. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ടൈം ടേബിളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താമെന്നുള്ളതാണ്. ബിക്കോസ് ആ ടൈം നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യാം. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഡ്രീം സ്കൂൾ, ഡ്രീം ഫ്യൂച്ചർ, ഡ്രീം കരിയർ ഇതെല്ലാം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ കൈയെത്തും ദൂരത്ത് തന്നെയുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നിങ്ങൾ ചെയ്യുന്ന ഓരോ സാക്രിഫൈസും ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ അടുത്തോട്ട് നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു ടൈം ടേബിൾ ഇത് വെറും ഒരു റുട്ടീനാണ്. ഇത് ആക്ച്വലി നിങ്ങളുടെ വെപ്പനാണ്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, പഠിത്തത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ എൻജോയ് ചെയ്യാനും ട്രൈ ചെയ്യുക. സോ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ആൻഡ് ഒരിക്കലും മറക്കരുത് ദാറ്റ് വിന്നേഴ്സ് ആർ നോട്ട് ബോൺ, ദേ ആർ ആക്ച്വലി മെയ്ഡ് വിത്ത് ഫോക്കസ്, വിത്ത് എഫേർട്ട് ആൻഡ് വിത്ത് ടൈം വെൽ സ്പെൻറ്റ്. ആൻഡ് ഒരു ദിവസം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാപ്പ് ചെയ്യും. ഈ ഒരു അക്കാഡമിക് ഇയർ ഞാൻ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ ഇത്രമാത്രം ഫൈറ്റ് ചെയ്തു എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ആ റിസൾട്ട് വരുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ആവത്തില്ല. അത് ആസ്വദിച്ചാൽ അതല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.